സ്വന്തമായി കളിസ്ഥലം നിർമ്മിക്കാൻ ഭൂമിയില്ലാത്ത പഞ്ചായത്തുകളിൽ ഭൂമി വാങ്ങാനുള്ള ധനസഹായം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണെന്നും അതിന്റെ നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥല നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കളിക്കളം പദ്ധതിയുടെ രണ്ടാം ഭാഗമായി എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു പരിശീലകനെ നൽകുവാനായുള്ള ശ്രമം കായിക വകുപ്പ് നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന കായിക വകുപ്പും ഒറ്റപ്പാലം നിയോജകമണ്ഡലം MLA കെ പ്രേംകുമാറും സംയുക്തമായി 1 കോടി രൂപ ചെലവഴിച്ച് പഞ്ചായത്തിന് ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടമ്പഴിപ്പുറം GUP സ്കൂളിലെ കളിസ്ഥലം നവീകരിക്കുന്നത്. നൽകാൻ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം പാലക്കാട് ജില്ലയിൽ 15 പ്രാദേശിക കളിക്കളങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള വലിയ ധൃതിയായിട്ടുള്ള വർക്കുകൾ നടക്കുകയാണ്. ഇവിടെ MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വലിയ സഹകരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനുണ്ട്. ബഹുമാനപ്പെട്ട MLA ഈ ഒരു പദ്ധതി പ്രകാരം തന്നെ 50 ലക്ഷം രൂപ ഈ ഒരു ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ പുതിയ ഇൻഡോർ സ്റ്റേഡിയം പണിയുന്ന കാര്യം ബഹുമാനപ്പെട്ട MLA അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റ് ധാരാളം പദ്ധതികളുണ്ട്. അതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല, കാരണം സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് 379 ചെറുതും വലുതുമായിട്ടുള്ള കളിക്കളങ്ങൾ, ഈ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം കൂടാതെ 379 ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ്, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, പി സുബ്രഹ്മണ്യൻ, സി ബാലകൃഷ്ണൻ, സി നാരായണൻകുട്ടി, എൻ ഷാംബുജം, വി അനീഷ്, സുനിത ഉദയൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ കെ രാമചന്ദ്രൻ, എ നാരായണൻ, NK സതീഷ്, രവി കമ്പംപറമ്പിൽ, ഹെഡ്മാസ്റ്റർ MP ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.